ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ലൊക്കേഷനിലാണ്. സമയം ഇപ്പോൾ 7 മണിയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകളും മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് മഴതോരും മുമ്പേ സീരിയൽ ലൊക്കേഷൻ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എന്റെ പേര് നാളും നക്ഷത്രം പിന്നെ മറ്റേ സാധനങ്ങൾ പറഞ്ഞത് ചാടിയ സംഭവം കൂടെ ഇന്ത്യൻ റെയിൽവേക്കാര് അവര് പഞ്ചപാവകളാണ്. വളരെ ശരിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. വലിയ തെറ്റാണ് ഇങ്ങനൊക്കെ ചെയ്യാം. ഇതിലും വേണം ആ കാര്യമൊക്കെ പറയണായിരുന്നു. ഇനിയിപ്പോ കയ്യിലൊക്കെ ഓരോ മുറിവ്, എന്താ കയ്യിലൊക്കെ ഓരോ മുറിവ് എവിടുന്നേലും എടുത്ത് ചാടിയോ? ബസ്സിന്റെ പുറകെയായിരുന്നു. വല്ല പ്രൈവറ്റ് ബസ്സും ആയിരിക്കും. ഓ ഗവൺമെന്റിന്റെ അതിലും വല്ല ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുന്നല്ലായിരുന്നു. എന്ത് പട്ടി കഴിഞ്ഞാൽ ഓക്കെ സൈൻ ഔട്ട്. ജിക്സിൽ ഫിലിപ്സ് കറിയാസ് രാവിലെ തന്നെ സൺ കിസ് ചെയ്തല്ലോ. അതെ, കിസ്സിങ് കുറച്ച് കൂടുതലാണ്. ഇൻവെർട്ടർ ഇവൻ ഇൻവെർട്ടറാ. രാവിലെ തന്നെ ഇഡലിയും ചമ്മന്തി ചായ ഇഡലി. അതെ പുള്ളി ഡയറ്റാ. പുള്ളി ഒരു 5-6 കഴിച്ചോളൂ. ക്ഷീണിക്കോ പറയുന്ന ആളും ഇവനാ ഡയറ്റ്. അവൻ ഡയറ്റ് അല്ലാന്ന് ആദ്യമേ പറഞ്ഞു. ഇവൻ ഡയറ്റാട്ടോ. ഡയറ്റിൽ 8 ഇഡലി 4 ഇഡലി 4 അപ്പം. വിശപ്പില്ല ചേച്ചി. എനിക്കിപ്പോ കണ്ടവരെ പോലെ ട്രെയിനിൽ നിന്ന് ചാടാന്ന് അറിയത്തില്ല. ഇതിലും വേദമുണ്ടല്ലോ. ഇവൻ ആദ്യം ട്രെയിൻ പാളത്തിന് തല വെക്കുന്നത്. ഇവൾക്കും പരീക്ഷ, ഇവനും പരീക്ഷ. ഇതും ബുക്ക്, ഇതും ബുക്ക്. വന്നപ്പോ മുതൽ എന്റെ കൊച്ചിനങ്ങ് റെസ്റ്റാ. ഇവന് നാളെ പരീക്ഷ. നിനക്കെന്നാടി? അതാണ് ഹൈലൈറ്റ്. ജൂണില് പരീക്ഷ, നാളെ പരീക്ഷ. ഞാൻ ഐസക് ന്യൂട്ടനെ പോലെ എന്തെങ്കിലും തല വീണാ മതി പെട്ടെന്ന് പഠിക്കിച്ച. നാളെ പരീക്ഷ. ആ ശരി, അത് പറഞ്ഞിട്ട് നോക്കി എന്താ ചെയ്യണേന്ന്. നാളെ പരീക്ഷയാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് തലയിൽ. ഇനി ബോയ്സിന്റെ നോട്ട് നോക്കണേ. അടുത്ത കോമഡി നോട്ട് അടിക്കേ, നോട്ട് അടിക്കേ. അങ്ങോട്ടൊന്നും ഇല്ല. ആകെ 4 പേജ് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാ വന്നേക്കുന്നത്. അതവര് പഠിക്കാനും വയ്യ. അതൊരു കുഞ്ഞു ബുക്ക്, മറ്റേ കടയിൽ പറ്റു ബുക്ക് എഴുതുന്ന പോലെ. കാണിച്ചേടി വലിയ നോട്ട് ബുക്ക്. അതും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഫുൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഇത് എയർക്രാഫ്റ്റ് നോട്ട് ഉള്ളത് തന്നെ ഭാഗ്യം. എന്നാണ് അവന്റെ അഭിപ്രായം. ഇല്ലടാ എനിക്ക് ഒത്തിരി കണ്ടാ പഠിക്കാൻ പറ്റത്തില്ല. ചെറിയ ബുക്കിലാകുമ്പോ ഇത്ര ഉള്ള നോട്ട് പഠിക്കും. ഇനി 5 മിനിറ്റ് റെസ്റ്റ്. ഇതുവരെ എന്തെടുക്കുമായിരുന്നു. നാളെ പരീക്ഷ ഉള്ള ഇന്നലത്തെ പരീക്ഷ എന്തുവായിരുന്നു എന്തോ. അപ്പൊ നല്ല സീനായിരുന്നു. കയ്യിൽ നിന്നങ്ങ് എഴുതി മിസ്സുമാരുടെ കൈപ്പുണ്യം പോലെ ഇരിക്കും മാർക്ക് ഇടുമ്പോ. നാളെയോ? നാളെ കൈ നിട്ടിരുന്ന ഇതാ. കൈ നിട്ടുള്ളതേ ഉള്ളു പരിപാടികള്. നിനക്ക് ഈ പണി പറഞ്ഞിട്ടില്ലടാ മക്കളെ. നിനക്ക് അതിന് കഴിവില്ലടാ. എനിക്ക് ഉച്ച കഴിഞ്ഞാല് തല കുറച്ച് ബോധം കുളിക്കും, ബോധം ഉദിക്കും. സോ ദാറ്റ്സ് വൈ ഐ ആം വെയിറ്റിംഗ് ഫോർ ഉച്ച കഴിഞ്ഞ്. ഇല്ല, അങ്ങനെ സംഭവം ലൊക്കേഷനിൽ ആദ്യമായിട്ടാ ഈ ഒരു പറ്റുബുക്കെങ്കിലും കൊണ്ടുവരുന്നത്. അത് വേറെ കാര്യം. അല്ലെങ്കിൽ അതും ഇല്ല. പഠിക്കാനുണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ ക്ലാസ്മേറ്റിനെ ചോദ്യം ചെയ്യുവാണ്. ക്ലാസ്മേറ്റിന്റെ ബുക്കായിരുന്നു. ദയവ് ചെയ്ത് ക്ലാസ്മേറ്റ് കമ്പനിയായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്റെ പ്രശ്നം സച്ചുവിനോട്. കാർഗോ സർവീസ് ഇൻവോൾവ്സ്
ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ബൈ എയർക്രാഫ്റ്റ്. ഇത് തീർച്ചയായിട്ടും ഇടും. വീട്ടുകാര് കണ്ടാൽ അവര് ഞെട്ടും. അടുത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ ഇത് ഞാൻ ഇടും. സാച്ചുവിന്റെ മോമ്പൂടി ഞാൻ ഇന്ന് വലിച്ചു കീറും. POD പ്രൂഫ് ഓഫ് ഡെലിവറി ഡോക്യുമെന്റ്. അടിപൊളി. ഇനി ഒരു 5 മിനിറ്റ് സത്യമായിട്ടും എനിക്ക് ഉറക്കം വരുന്നത് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോ. എടാ കോപ്പി അടിക്കടാ. വേണ്ട, തെറ്റ് ചെയ്യരുത്. ഞാൻ വേണേ ഗാന്ധിജിയെ പോലെ വെളിയിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിരുന്ന് പഠിക്കുക. ഗാന്ധിജി അല്ലടാ അത്. അതാരായിരുന്നടി? ചാച്ചാജി അല്ല അല്ല അലക്സ് അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, നെൽസൺ മണ്ടേലല്ലേ? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ. ലിങ്കൺ എന്നുള്ള പേര് വീട്ടിൽ എപ്പോഴും ഓടുന്ന ബസ് അതാണ്. ഇനി അത് തന്നെയാണോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ. ടൗണിൽ കൂടെ ഓടുന്ന ബസ്. എടാ എബ്രഹാം ലിങ്കൺ അല്ലെന്നും പറഞ്ഞ് ഇനി കമന്റ് വരുമോ? അപ്പൊ ഐസക് ന്യൂട്ടനാണോ? അല്ല, എബ്രഹാം ലിങ്കണാ പോസ്റ്റിന്റെ വട്ടത്തിൽ പഠിച്ച. ആപ്പിള് വീണ് ചത്തത് അല്ല, ആപ്പിള് വീണ് ഇപ്പോഴും ജീവനുണ്ടോ? പിന്നെ ഈ പറഞ്ഞു ചത്തോ? അല്ല, ആപ്പിള് വീണല്ലേ പുള്ളിക്ക് ബോധം ഉദിച്ചേ. എന്ത് ബോധം പോയി കിടക്കുവായിരുന്നോ? ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണം. ഇതൊക്കെ ഞാൻ ഇടും. ആപ്പിള് വീണ പുള്ളിയുടെ കൊച്ചുമക്കൾ എന്നെ വന്ന് തല്ലും. അച്ഛക്കളെ തന്നെ കാണുമെന്ന് സംശയമാ. ശരിയല്ലേ? തലമുറയൊക്കെ കൊറേ മാറി തിരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടന്റ് ഇടണ്ട കേട്ടോ. ഇത് വേണ്ട, ഇത് ഞാൻ ഏറിപ്പോ നീയും പോ. എയറാണല്ലോ നമുക്ക് വേണ്ടേ, കാരണം ഞാൻ പഠിക്കുന്ന എയർക്രാഫ്റ്റ് ആണല്ലോ. അതെ. അതിന് മാത്രം ഒരു കുറവില്ല പഠിച്ചില്ലെങ്കില്. പോയി ടിഷ്യൂ എടുത്തിട്ട് വാ. നീ പറ അവനോട് ടിഷ്യൂ എടുത്തിട്ട് വരാൻ. ടിഷ്യൂ തരാൻ പറ. സച്ചു ടിഷ്യൂ എടുത്തിട്ട് വരാൻ പറ. ടിഷ്യൂ എടുത്തിട്ട് വരോ? അതായിരുന്നു അവരുദ്ദേശിച്ചത്. രാവിലെ ഇഡലി വായിക്കാത്ത നിർബന്ധം. അത് മറന്നുപോയോ? സച്ചുവിന്റെ ഒക്കെ ഒരു ഇതാണ്, ഒരു നാക്കാണ്. സച്ചു പടി. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. എല്ലാ പിള്ളേരെയും കഥ ഇതാ. നോട്ട് ഫുള്ളുണ്ടാവില്ല. എന്റെ മോനും ഒക്കെ ഇത് തന്നെയാ. നോട്ടൊന്നും ഫുള്ളുണ്ടാവില്ല. പക്ഷെ ആ കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. ഒരു നോട്ടും ഇല്ലെങ്കിൽ ഒരു ബുക്കും ഇല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് എല്ലാം അറിയാന്നേ പറയത്തുള്ളൂ. നിനക്കെല്ലാം അറിയാമോ സച്ച്? കണ്ടോ? കൈ നടാന്നുള്ളൂ. എന്ത് സിമ്പിൾ. ടീച്ചർ പോലും പറയില്ല ഞാൻ കൈ നട്ടോളാന്ന്. പിന്നെ ടീച്ചർമാരുടെ കയ്യിലഞ്ഞില്ല. ഇവിടെ വന്ന് കാണുത് ഇവന്റെ പരിപാടികള്. ചേട്ടൻ കണ്ടായിരുന്നോ? ഒരുത്തന് നാളെ പരീക്ഷ, അവൻ കിടക്കുന്നു. ഒരുത്തേക്ക് ജൂണില് പരീക്ഷ, അവിടെ ഇരുന്ന് പഠിക്കുന്നു. കുടുംബത്തിൽ മിടുകിയും മിടുകനും ഇളയ പുത്രനും ഒക്കെ. നീ ആരായി? മൂത്തവനെന്താ പിന്നെ പഠിക്കുന്നുണ്ടോ? ചീത്ത വിളിയെ കൊണ്ടുപോകാൻ. പഠിക്കുന്നുണ്ട്. വീട്ടിലെ തന്തേ ശരിയല്ല, ലൊക്കേഷനിലെ തന്തേ ശരിയല്ല. അല്ലടാ. 10 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ അവതാരം അവതരിച്ചിട്ട് ചേട്ടന്റെ ബുക്ക് അനിയൻ എടുത്ത് പഠിക്കുന്നുണ്ട്. എന്തായാലും ചേട്ടൻ പഠിക്കില്ല, എഴുതിയിട്ടൊന്നുമില്ല, മൊത്തം കാലിയാണ്. നാളെ പരീക്ഷയാണ്. നീ വരുന്ന വരെ ഇത് ഞാൻ ട്രോളി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. സിനിമയൊക്കെ കാണണം. സിനിമയ്ക്ക് പോയത് 3 മണിക്കൂറല്ലേ, ബാക്കിയുള്ള സമയം സിനിമ ഉണ്ടോ? അത് കുഴപ്പമില്ല, അതിന്റെ പ്രൊഫഷനായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞോ? സിനിമ കഴിഞ്ഞാണ് സിനിമ കഴിഞ്ഞു, നടു ഉളുക്കി 2 ദിവസം റെസ്റ്റ്. പിന്നെ എങ്ങനെ പഠിക്കാനാ? നടു വേണ്ട, ഞാൻ എങ്ങനെ പഠിക്കുന്നത്? പ്രേക്ഷകരോട് പറഞ്ഞിട്ട് അവരെന്താ ചേട്ടൻ ഇപ്പൊ തനിക്ക് വേണമെങ്കിൽ താൻ പഠിക്കണമെന്ന് പറഞ്ഞു അവന് വരും. ഇപ്പൊ എന്തായി ക്ലാസ്? എന്റെ നമ്പർ നടക്കും.
ഇന്ന് സ്കൂളിൽ പോയില്ല. എന്റെ അടച്ചു. പിന്നെ ഡേറ്റ് കൊടുക്കാറ് ട്രാക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. വി ആർ ഓൺ ദി വേ. ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഉള്ള എല്ലാവരും പരിചയപ്പെടുത്തണം. ആ ചേച്ചി പരിചയപ്പെടുത്തിക്കോ. കർണക്കുരിക്കിട്ട് അടി വാങ്ങിയ ഞാൻ. ഗോപൻ തിരിച്ചും യുദ്ധഭൂമിയിലേക്ക് വന്നു. ഗോതമ്പുണ്ടയോ? ഗോപൻ ഗുണ്ട. ഇവനാണ് ഗോപൻ ഗുണ്ട. പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. ഇവനാണ് വില്ലൻ. ആ അലീനെ വീട്ടിൽ കയറാൻ സമ്മതിക്കാത്ത ഇവനോട് ഇങ്ങനെ പെരുമാറണം. അലീനെ എനിക്കിഷ്ടമല്ല. എടാ പ്രേക്ഷകർ നിനക്കെതിരെ തിരിഞ്ഞോട്ടെ. എനിക്ക് വില്ലനിസോ ഇഷ്ടം. അതേ വരുന്ന എൻ്റെ അടുത്ത പുത്രൻ വൈരി ഇവിടെ ഇരി. എന്നിട്ട് പറയടാ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറ. അലീനയോട് ഒലിപ്പീരുള്ള ഒരേ ഒരു വ്യക്തി ഓമനെ കൊണ്ട് സന്തത സഹിച്ച് നല്ല കുട്ടിയാട്ടോ. റെഡി ബൈ. കഴിഞ്ഞ വെറുതെ പറയാ റെഡി ഒന്നല്ലേ. ഈ കട്ട് ചെയ്യേണ്ട അടുത്ത കട്ടി കാണാം. യൂട്യൂബ് ചാനലില്ല, നാളെ വൈറലാവും. 1 മില്യൺ. ചെവിയിൽ കുരിശു കൊണ്ട് കിടക്കുന്ന നമ്മുടെ സ്വന്തം ഷൂട്ടിനിടയിൽ കറണ്ട് പോയാൽ പിന്നെ ഇവിടെ ഏസിയാ. പക്ഷെ നമുക്കെന്തിനാ ചൂടെടുക്കണേ? എനിക്ക് വേർക്കുന്നു. വാട്ടർഫോൾസ് പോലെ നെറ്റിക്കകത്തുനിന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ? വീശിക്കോ 360 ഡിഗ്രി ഫാൻ. കാശ് കൊടുക്കണ്ട, ഫ്രീ. മറ്റേ സാധനം എയർ റഹ്മാൻ്റെ എങ്ങനെയായിരുന്നു? നമ്മുടെ ട്രെയിൻ ട്രെയിനിൽ നിന്ന് ചാടിയാണ്. ചേട്ടാ പറയൂ, എങ്ങനെയായിരുന്നു ട്രെയിനിൽ നിന്ന് ചാടിയപ്പോൾ അനുഭവം? പറന്നാണോ പോയത് അതോ തെറിച്ചു വീഴുകയായിരുന്നു താങ്കൾ? അത് ഇന്ത്യൻ റെയിൽവേ ശരിക്കും പാർക്ക് ചെയ്യുമായിരുന്നു. താങ്കൾ ഇന്ത്യൻ റെയിൽവേ പറ്റിച്ചതാണോ? എന്താണ് താങ്കൾ? സ്ട്രൈക്ക് വരും. ട്രെയിൻ എങ്ങാനും ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യും. ട്രെയിൻ സ്റ്റോപ്പിൽ നിർത്താത്തതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തെറ്റായ അഭിപ്രായം. അത് താങ്കൾ നിർത്തിയപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോയതോ? ഇല്ല, വേറെ ആലോചിച്ചിരുന്നു. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. എന്നാ പിന്നെ ഇറങ്ങിയേക്കാം. ആ ശരി, ട്രെയിൻ പോയി എന്നാ പിന്നെ ഇറങ്ങിയേക്കാം. അതെ, പ്രതീക്ഷിക്കാം. ഉചിതമായ തീരുമാനം. ഞാൻ യോജിക്കുന്നു. അത് അവളെ വായി നോക്കിയിരുന്നു ട്രെയിൻ പോയത് അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ കൊച്ച് ചാടി ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങി കയ്യും നേടി പിടിച്ച്. പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളി. ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. സീരിയൽ ഇന്നത്തെ നാളെയാണെങ്കിൽ ഞങ്ങളുടെ ഇപ്പൊ തന്നെ ടെലികാസ്റ്റ് അല്ലടാ. ആരായിരുന്നു? ക്രോക്സുകാരൊക്കെ നഷ്ടപരിഹാരം തരും. നിനക്ക് എന്താ ബിരിയാണിയാണോ ഇഷ്ടം? ഡെയിലി കൊണ്ട് തരുന്നത് ബിരിയാണി. കുട്ടികളെ മാറാത്ത ഞങ്ങളുടെ ക്യാമറമാൻ സെബാസ്റ്റ്യൻ LKGB. മഴതോറും മുമ്പേ സീരിയൽ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നല്ല നല്ല കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങളും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.